നമസ്കാരം. ആത്മീയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ വർഷവും പ്രകൃതി നമുക്കായി ചില ആത്മീയ ജാലകങ്ങൾ തുറന്നു തരാറുണ്ട്, ഊർജത്തിൻ്റെ വാതിലുകൾ. ആ സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ അദൃശ്യമായ ഒരു പിന്തുണ ലഭിക്കും. അങ്ങനെയുള്ള 2 പുണ്യകാലങ്ങളാണ് കർക്കിടകവും വൃശ്ചികവും. കർക്കിടകത്തിലെ മഴയുടെയും രാമായണ പുണ്യത്തിൻ്റെയും ഓർമ്മകൾ മാഞ്ഞു തുടങ്ങുമ്പോൾ ഇതാ പ്രകൃതി വീണ്ടും നമുക്കായി ഒരുങ്ങുകയാണ്. മഞ്ഞിൻ്റെ നേർത്ത തണുപ്പുമായി ഒരു ധ്യാനത്തിലെന്ന പോലെ പ്രകൃതി ശാന്തമാകുന്ന വൃശ്ചിക പുണ്യം നമ്മളിലേക്ക് ഒഴുകി തുടങ്ങുകയാണ്. ഈ മാസത്തിൽ നമ്മുടെ ഉള്ളിലെ ആത്മീയ ഊർജം അതിൻ്റെ പാരമ്യത്തിലെത്തുന്നു. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ സാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാലമെന്ന് പറയുന്നത്. ഈ പുണ്യമാസത്തിൽ ഗ്രഹനിലയുടെ അപൂർവമായ ഒരു ഒത്തുചേരൽ വഴി 12 നക്ഷത്രക്കാരുടെ ഭാഗ്യം ഉദിച്ചുയരുകയാണ്. അവരുടെ ജീവിതത്തിൽ കാലങ്ങളായി കാത്തിരുന്ന പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ആരാണ് ആ ഭാഗ്യശാലികളെന്നല്ലേ നമുക്ക് നോക്കാം. ആദ്യമായി ആത്മീയ കാരകനായ കേതുവിൻ്റെ നക്ഷത്രങ്ങളായ അശ്വതി, മകം, മൂലം എന്നിവരാണ്. തുടർന്ന് കർമ്മത്തിൻ്റെയും അധികാരത്തിൻ്റെയും അധിപനായ സൂര്യൻ്റെ നക്ഷത്രങ്ങളായ കാർത്തിക, ഉത്രം, ഉത്രാടം എന്നിവർ ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നു. അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നൽകുന്ന രാഹുവിൻ്റെ നക്ഷത്രങ്ങളായ തിരുവാതിര, ചോതി, ചതയം എന്നിവരാണ് അടുത്തത്. അവസാനമായി കഠിനാധ്വാനത്തിൻ്റെ ഫലം നൽകുന്ന ശനി ഭഗവാന്റെ പ്രിയപ്പെട്ട നക്ഷത്രങ്ങളായ പൂയം, അനിഴം, ഉത്രട്ടാതി എന്നിവരും ഈ സൗഭാഗ്യത്തിന് അർഹരാകുന്നു. ഇനി ഈ 12 നക്ഷത്രക്കാർക്കും വൃശ്ചികം എന്തെല്ലാമാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി അറിയാം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ധനം. സാമ്പത്തികമായി നിങ്ങൾ നേരിട്ടിരുന്ന പല കെട്ടുപാടുകളും ഈ മാസം അഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാനാകും. ഒരു ലോണിനായി അപേക്ഷിച്ച് കാത്തിരുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. ചിട്ടിയിൽ നിന്നോ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നോ പ്രതീക്ഷിക്കാത്ത ഒരു തുക നിങ്ങളുടെ കയ്യിലെത്തും. ഇതിനെല്ലാം ഉപരിയായി വർഷങ്ങളായി തർക്കത്തിൽ കിടന്നിരുന്ന പൂർവിക സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുകയും അതിൻ്റെ ഗുണഫലം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. ഈ വൃശ്ചിക മാസം കഴിയുന്നതിന് മുൻപ് തന്നെ ഈ മാറ്റങ്ങളുടെ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഇത് വലിയൊരു വഴിത്തിരിവിൻ്റെ കാലമാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുകയും പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ നിന്ന് തന്നെ പ്രവേശനം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. കൂട്ടത്തിൽ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ വരുമാനം നേടാനുള്ള അവസരങ്ങളും വന്നു ചേരും. ഒരു സ്റ്റൈപ്പൻഡോട് കൂടിയ ഇന്റേൺഷിപ്പോ പഠനത്തെ ബാധിക്കാത്ത ഒരു പാർട്ട് ടൈം ജോലിയോ ലഭിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഭാവിയെ സുരക്ഷിതമാക്കുകയും ചെയ്യും. ജോലി രംഗത്തേക്ക് വരുമ്പോൾ വളരെ കാലമായി ഒരു നല്ല അവസരത്തിനായി കാത്തിരുന്നവർക്ക് ഈ മാസം ആശ്വാസമാകും. നിങ്ങളുടെ കഴിവിനും പ്രയത്നത്തിനും അർഹിക്കുന്ന ഒരു ജോലി നിങ്ങളെ തേടിയെത്തും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചു പറ്റാനും അതുവഴി ഒരു പ്രൊമോഷനോ ശമ്പള വർധനവോ നേടാനും സാധിക്കും. ചിലർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് ഒരു ജോലി മാറ്റവും പ്രതീക്ഷിക്കാം. ഇതെല്ലാം നിങ്ങളുടെ കഠിന അധ്വാനത്തിനും ക്ഷമയ്ക്കും ഈശ്വരൻ നൽകുന്ന പ്രതിഫലമാണെന്ന് തിരിച്ചറിയുക. ജീവിതത്തിൽ നമ്മെ ഏറ്റവും അലട്ടുന്ന ഒന്നാണ് കടബാധ്യതകൾ. എന്നാൽ ഈ വൃശ്ചിക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് ആ ഭാരങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കാൻ പോവുകയാണ്. മുടങ്ങിക്കിടന്ന പെൻഷൻ തുകയോ ഇൻഷുറൻസ് ക്ലെയിമോ അല്ലെങ്കിൽ കിട്ടില്ലെന്ന് കരുതിയ പഴയൊരു തുകയോ പലിശയടക്കം നിങ്ങളുടെ കയ്യിലെത്തും. അതുപയോഗിച്ച് കടങ്ങളുടെ വലിയൊരു ഭാഗം വീട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ ഒരു വലിയ ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരാം. ഒരു പക്ഷേ ഒരു സുഹൃത്തോ ബന്ധുവോ ഒരു വലിയ തുകയോ വിലപിടിപ്പുള്ള വസ്തുവോ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കാം. ആ ധനം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാലം കൊണ്ട് നിങ്ങൾക്കും പല നേട്ടങ്ങൾ ഉണ്ടാകും. കാലക്രമേണ ആ വ്യക്തി അത് തിരികെ ചോദിച്ചില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉടമസ്ഥ അവകാശം നിങ്ങൾക്ക് ലഭിക്കാനും വ്യക്തമായ യോഗം കാണുന്നുണ്ട്. ഈ സൗഭാഗ്യങ്ങളെല്ലാം പൂർണ്ണമായി നമ്മളിലേക്ക് എത്താനും അറിയാതെ ചെയ്ത ദോഷങ്ങൾ അകന്നു പോകുന്നതിനും ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്.
ഈ മാസത്തിന്റെ അധിപനായ ശാസ്താവിന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ ദുരിതങ്ങളെയും ശമിപ്പിക്കും. അതോടൊപ്പം മഹാദേവന്റെ അനുഗ്രഹത്തിനായി ശിവസഹസ്രനാമം ജപിക്കുന്നതും ജ്ഞാനത്തിനായി ഗുരുഗായത്രി മന്ത്രം ഉരുവിടുന്നതും നിങ്ങളുടെ ആത്മീയ ഊർജം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. ഈ വൃശ്ചിക മാസം ഒരു വ്രതം പോലെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി നിങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും പേരും നക്ഷത്രവും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ നിത്യപൂജയിലും ഈ മാസത്തെ വിശേഷാൽ പൂജകളിലും നിങ്ങളുടെ പേരിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണാം. നന്ദി.